മരണക്കെണിയൊരുക്കി കോഴിക്കോട് നഗരത്തിലെ ഓടകൾ. 3 മാസത്തിനിടെ 2 പേരാണ് സ്ലാബിടാതെ തുറന്നു കിടക്കുന്ന ഓടയിൽ വീണ് മരിച്ചത്. തുറന്നു കിടക്കുന്ന ഓടകൾ അടയ്ക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. വാർത്ത കാണാം. നഗരത്തിലെ പലയിടങ്ങളിലെയും കാഴ്ച ഇതാണ്. തുറന്നു കിടക്കുന്ന ഓടകളിലേക്ക് ആളുകൾ വീഴുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുന്നു. വേനൽമഴയിൽ കോവൂർ MLA റോഡിലെ ഓടയിൽ വീണ് പ്രദേശവാസിയായ ശശി മരിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. ഓട നിറഞ്ഞു കവിഞ്ഞ് റോഡിലെത്തിയിരുന്നു. റോഡും തോടും തിരിച്ചറിയാതെ വെള്ളത്തിൽ വീണ ശശിയുടെ മൃതദേഹം 1.5 കിലോമീറ്റർ ദൂരെ നിന്നാണ് കണ്ടെത്തിയത്. ഓടയിൽ സ്ലാബിടുമെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയെങ്കിലും നടപടി മാത്രം ഉണ്ടായില്ല. കണ്ടമാനം വെള്ളം ഉണ്ടാവും. മഴ വന്നാൽ ചേവായൂർ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ദേവഗിരി പൊന്നങ്കോട് വന്നത് ഇത്രയും മലവെള്ളം വരുന്ന സ്ഥലമാണ്. ഇത് പാലായി എത്തണം. അത് പാലായി പോയി കഴിഞ്ഞാൽ പിന്നെ പല വഴിക്കായിട്ട് പോകും. ഇവിടെ ഈ ഒരു തോട് കൂടെ തന്നെ വേണം. അപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ വിഷമം തന്നെ. വേങ്ങേരി മൊത്ത വിപണന കേന്ദ്രത്തിന് സമീപമുള്ള ഓടയിൽ വീണ് കഴിഞ്ഞ ദിവസമാണ് യുവാവ് മരിച്ചത്. അപസ്മാരമിളകി പ്രദേശവാസിയായ രഞ്ജിത്ത് തുറന്നു കിടക്കുന്ന ഓടയിലേക്ക് വീഴുകയായിരുന്നു. നഗരത്തിലെ ഓടകളിൽ വീണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണവും കുറവല്ല. മഴ തുടങ്ങിയാൽ നഗരത്തിൻ്റെ ദുരിതകാലമാണ്. എന്തുകൊണ്ട് ഓടയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല? ഇതിനു മുമ്പ് ഒരാൾ ഇവിടെ വെള്ളത്തിൽ വീണ് വെച്ച സ്ലാബില്ലാത്തതിന് പ്രശ്നം കൂടെ തന്നെയാണ്. അത് അന്ന് ഒരു മഴ ചെയ്തപ്പം ഇവിടെ ഒരാൾ വെള്ളത്തിൽ പോയി മരിച്ചു, ഒരു ശശി എന്ന് പറഞ്ഞ ആൾ. അത് സ്ലാബ് ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ചെറിയ മഴ പെയ്താൽ പോലും കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ടാണ്. ഓടകൾ വൃത്തിയാക്കുകയോ ആഴം കൂട്ടുകയോ ചെയ്യാതെ കോർപ്പറേഷൻ അധികൃതർ നിഷ്ക്രിയത്വം തുടരുകയാണ്. തൽഫലമായി ഓടയിൽ വീണ് മനുഷ്യജീവനുകൾ പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മഴ പെയ്താൽ റോഡ് ഏതാണ് ഓട ഏതാണെന്ന് വ്യക്തമാവുകയില്ല. കാരണം അത്രത്തോളം വെള്ളക്കെട്ടുകളുണ്ടാവും. കോഴിക്കോട് നഗരത്തിലെ മിക്ക ഓടകളുടെയും അവസ്ഥ ഇതാണ്. മനുഷ്യജീവനുകൾ ഇവിടെയാണ് പൊലിയുന്നത്. എന്നാൽ നടപടി ഒരിക്കലും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വാസ്തവം. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി വിഷയത്തിൽ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അത് കോർപ്പറേഷൻ ചെയ്യാൻ എന്ത് പറ്റുമോ? കോർപ്പറേഷൻ അതിൻ്റെ ആള് അവർ ചെയ്യണോ? ചെയ്തില്ലെങ്കിൽ എല്ലാ പരിഹാരം കാണണം, നമ്മൾ കാണണം. രണ്ടാളൊന്നല്ല, അതിലും കൂടുതൽ ആൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ രേഖയിൽ ഇപ്പം അതുള്ളൂ, രണ്ടാളുള്ളൂ. അതൊന്നും സ്ലാബ് ഇടുന്നില്ല. അവർ സ്ലാബ് ഇടണ്ടേ? അങ്ങനെ നോക്കി നടക്കാൻ ഉദ്യോഗസ്ഥന്മാരൊന്നും ശരിയില്ല. അതുകൊണ്ടാണ് ഓരോരോ ഭാഗത്തേക്ക് ഓരോരാളെ വെച്ചിട്ടുണ്ട്. അത് അവർ ചെയ്യണോ? ചെയ്യുന്നില്ല. അതിനിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. പറയുന്ന സമയത്ത് അത് ഞങ്ങൾ നോക്കിക്കൊള്ളുന്ന അവർ പറയാം. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇവിടുന്ന് വെള്ളം പോവാത്തത്. ഇത് എത്ര ദിവസമായി? 2 മാസത്തിന് മേലെയായി. ആ ഓട ഇല്ലാത്തതിനും കൊണ്ടാണ്. അവിടെയൊക്കെ കയറി നിൽക്കുന്നതിനുണ്ട്. മാനന്തരയിലേക്കുള്ള രോഗമുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാവും. എന്താ ചെയ്യുക? ആരോടാ പറയുക? ആൾ ചത്ത് കഴിഞ്ഞിട്ട് അവർക്ക് 10 ലക്ഷം 20 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് എന്താ കാര്യം? അതിന് മുന്നേ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കണ്ടേ? മറ്റ് വിവരങ്ങൾ കോഴിക്കോട് നിന്നും വിനേഷ് കുമാർ നൽകും. വിനേഷ്, ഓടയിൽ വീണുള്ള മരണം തുടർക്കഥയായിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ അലംഭാവം തുടരുന്നു എന്നുള്ളതാണ്. ജീവനുകൾ പൊലിഞ്ഞിട്ടും ഇനിയും ഇവരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയാത്തത് എന്താണ് വിനേഷ്? കോഴിക്കോട് കോർപ്പറേഷനുകളിൽ തന്നെ പഴക്കമുണ്ട് ഈ ഒരു അലംഭാവത്തിന്, അല്ലെങ്കിൽ ഈ ഒരു അനാസ്ഥയ്ക്ക്. കാരണം വെള്ളക്കെട്ടുകളാണ്, എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വെള്ളക്കെട്ടുകളാണ്. ഈ ഡ്രൈനേജ് കൃത്യമായി തന്നെ, അതായത് ഓടകൾ കൃത്യമായി ശുചീകരിക്കാത്ത ഒരു പ്രശ്നം ഇവിടെ നമുക്ക് എടുത്തു കാണിക്കും. ശുചീകരണ തൊഴിലാളികളുണ്ട്, മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. എങ്കിൽ പോലും ഇത് ഈ ഓട നിർമ്മാണം കുറ്റമറ്റ രീതിയിലല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോഴിക്കോട് നഗരം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. കാരണം ഇങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളക്കെട്ടുകളാണ്. മാത്രമല്ല ഇതിലേക്ക് ആളുകൾ വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. സ്ലാബുകളില്ല, പലയിടങ്ങളിലും സ്ലാബുകളില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. കാരണം കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 2 പേരാണ് മരിച്ചിട്ടുള്ളത്. 2 പേരും ഇതുപോലെ തന്നെ തുറന്നു കിടക്കുന്ന സ്ലാബില്ലാത്ത
ഓടയിൽ വീണാണ്. ഈ കോവൂരിൽ ഇതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടതാണ്. അതിനകത്ത് കൃത്യമായി തന്നെ ഈ സ്ലാബ് ഇല്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട്. ആളുകൾ വീടുകളിലേക്കും മറ്റും പോകുന്ന ഇവിടെ നിന്നാണ് ഒരാൾ കാൽ തെന്നി വീഴുകയും, കാരണം നല്ല മഴ പെയ്യുന്ന സമയത്ത്, അതായത് വേനൽ മഴേൻ്റെ സമയത്താണ് ഈ ശശി മരിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ വേങ്ങേരി മൊത്ത വിപണന കേന്ദ്രത്തിലാണ് ഭാഗത്ത് ഒരാൾ വീണതും അതുപോലെ തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം തന്നെ അടുത്ത മഴയ്ക്ക് മുമ്പായി ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കുറ്റമറ്റ രീതിയിൽ തന്നെ ഇത് പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് ഓരോ വർഷവും കോർപ്പറേഷൻ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.